നമസ്കാരം പ്രിയമുള്ളവരെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഫാഷൻ ഫ്രൂട്ട്. ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്രോപ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ഫീൽഡ് തലത്തിൽ കണ്ടുവരുന്ന കൃഷിയിടങ്ങൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫാഷൻ ഫ്രൂട്ട്. അതായത് ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കായ്ച്ച കുത്തിയത്, അതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇത് ഈ രീതിയിൽ നിങ്ങളുടെ പ്ലോട്ടിൽ, അതായത് കൃഷിയിടത്തിൽ ഇങ്ങനെ ഫാഷൻ ഫ്രൂട്ടിൽ നേരത്തെ ഇത് എല്ലാം കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കായ്ച്ച എന്ന് പറഞ്ഞൊരു അതായത് ഫ്രൂട്ട് ഫ്ലൈ അറ്റാക്കാണ്. ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറഞ്ഞാൽ കായ്ച്ച കുത്തിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറത്ത് കുത്തിക്കഴിഞ്ഞാൽ അതേപോലെയുള്ള അടയാളങ്ങൾ വന്ന് അത് നശിച്ചു പോകും. പിന്നെ അത് വലുതാവില്ല, സൈസ് കുറയുകയും ആ ക്രോപ്പ് പിന്നെ രക്ഷപ്പെടാത്ത ഒരവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട പരിഹാരം, ഇത് പ്രധാനമായി കണ്ടിരുന്ന പച്ചക്കറികളിൽ കായ്ച്ചയുടെ പ്രശ്നം കണ്ടിരുന്നു, നേരത്തെ പാവലിൽ കായ്ച്ച കണ്ടിരുന്നു, പടവലത്തിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഫാഷൻ ഫ്രൂട്ടിലൊന്നും നേരത്തെ ഇത് ഉപയോഗിച്ചിരുന്നു കായ്ച്ചയുടെ ശല്യം ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിലും ഒരുവിധപ്പെട്ട എല്ലാ ക്രോപ്സിലും ഈ കായ്ച്ചയുടെ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ കായ്ച്ച കെണി വയ്ക്കുക. ഈ ഫ്രൂട്ട് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടും നമ്മുടെ കടകളിൽ. ഫ്രൂട്ട് റാപ്പ്, അതായത് ഈ കെമിക്കലിൻ്റെ കടയുണ്ട്, ഇത് ചെയ്യുന്ന കടകളുണ്ട്. നമ്മുടെ അഗ്രോ ഇൻഡസ്ട്രീസ്, അഗ്രോ ബസാർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ എന്തുണ്ട്, ഫ്രൂട്ട് റാപ്പ് കിട്ടും. അതുകൂടാതെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ ലഭിക്കും. ആ ഫ്രൂട്ട് റാപ്പ് ഒന്ന് വെക്കുന്നതോടൊപ്പം തന്നെ ഒരു ഫ്രൂട്ട് റാപ്പ് ഇതിനകത്ത് ഈ ക്രോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ക്രോപ്പിൻ്റെ പ്ലാന്റ്സിനകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ചെയ്യുന്ന കൃഷിയിടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം 10 സെൻറ്റിനകത്ത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അത് നമ്മൾ വെക്കുക. അതുകൂടാതെ തന്നെ ഒരു തുളസിക്കെണി എന്ന് പറയണം. തുളസിക്കെണി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ശർക്കര, കുറച്ച് തുളസിയുടെ ഇല, അതുകൂടാതെ അതിനകത്ത് ഏതെങ്കിലും ഒരു കെമിക്കൽ, അതായത് ഒരു 2 തരി കെമിക്കലും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട്, ഒരു ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും ചെറുതായിട്ട് അതിലിട്ട് കുഴച്ച് ഒരു ചിരട്ടയിൽ കെട്ടിത്തൂക്കി കൃഷിയിടത്തിന് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾ ഒഴിവാകും. അപ്പം ഇത് ഫെറമോൺ ട്രാപ്പ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ഈ കായ്ച്ചയ്ക്കെതിരെ വെക്കുന്ന സാധനത്തിൻ്റെ പേര് ട്രാപ്പ് എന്ന് പറയും. ആ ഫെറമോൺ ട്രാപ്പിനോടൊപ്പം തന്നെ നമ്മൾ തുളസിക്കെണിയും കൂടെ വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കെണി മാത്രം വെക്കുമ്പോൾ അതിൽ ആണീച്ച മാത്രമേ വീഴുള്ളൂ. അപ്പോൾ ആണീച്ചയ്ക്കും പെണ്ണീച്ചയും കൂടെ നമ്മുടെ ക്രോപ്പിന്, നമ്മുടെ കൃഷിയിടത്തിലുണ്ടാവും. ഒരുമിച്ച് നശിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ച്ചക്കെണിയോടൊപ്പം തന്നെ തുളസിക്കെണിയും കൂടെ വെച്ച് പറപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ കായ്ച്ച പ്രശ്നം ഒരു പരിധിവരെ നേരിടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് വെച്ച് നോക്കൂ. ഇനി കൃഷിയിട സംബന്ധമായ എല്ലാ സംശയങ്ങളും, അതായത് കീട സംശയങ്ങളോ വളപ്രയോഗങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിന് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.